നമസ്കാരം. അടുത്തിടെ ഉണ്ടായ ഗിലൻ ബാരി സിൻഡ്രോം അല്ലെങ്കിൽ GBS, ശരിക്കും അതിന് പറയേണ്ടത് ഗിയ ബാർ സിൻഡ്രോം എന്നാണ്. ആ ഒരു അസുഖത്തിനെ കുറിച്ച് ഒരുപാട് ഒരു ഭയപ്പാട് ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നു. കാരണം ഇപ്പൊ കേരളത്തിൽ 2 മരണം സംഭവിച്ചു. പൂനെക്കടുത്ത് ഖടക്വാസ്ല എന്ന് പറയുന്ന ആ സ്ഥലത്തിനടുത്തായിട്ട് ഒരുപാട് കേസസ് ഒരുമിച്ചുണ്ടായി. അപ്പൊ എന്തോ കോവിഡ് പോലെ ഒരു മഹാമാരി എന്തോ വന്നു, അത് പടരാൻ പോകുന്നു, മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അസുഖമാണ് ഇത് എന്നൊക്കെയുള്ള ഒരു ഒരു ഭയപ്പാട് പൊതുവെ പരന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളോട് ഈ സംവാദം നടത്തുന്നത്. ഗിയാംബാർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, പല ബാക്ടീരിയൽ വൈറൽ അസുഖങ്ങളുടെ ഒരു പ്രത്യാഘാതമാണ്, അല്ലെ ഒരു സങ്കീർണതയാണ്, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി ചിലപ്പോൾ ആവശ്യത്തിൽ അധികമാവുമ്പോൾ അതുകൊണ്ട് വരുന്ന ചില കേടുപാടുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഭയപ്പാട് മാറ്റുക, അത് എന്താണെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ സംവാദം നടത്തുന്നത്. ഗിലൻ ബാർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു റെയർ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അപ്പോൾ അതിന് പല കോസും ഉണ്ട്. എക്സാക്റ്റ് ആയിട്ടുള്ളൊരു കോസായിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ആദ്യത്തെ കോസ് എന്ന് പറയുന്നത്, അതായത് മോസ്റ്റ് കോമൺ കോസ് നമ്മുടെ ഇൻഫെക്ഷൻസ് ആണ്. റെസ്പിറേറ്ററി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസ്, അതായത് ഫ്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൊമക് വൈറസ് ആയിട്ട് വന്നു കഴിഞ്ഞ് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് ഗിലൻ ബാർ സിൻഡ്രോം. അപ്പോൾ മോസ്റ്റ് കോമൺ ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പൈലോബാക്ടർ ജെജുനി എന്ന് പറയുന്ന ഓർഗാനിസമാണ്. ഇതല്ലാതെ എപ്സ്റ്റീൻ ബാർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, HIV, സീക്ക വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, ഇതെല്ലാം GBS കോസ് ചെയ്യാൻ സാധ്യതയുള്ള ഓർഗാനിസംസ് ആണ്. ഇത് ഓർഗാനിസംസ് അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചില വാക്സിനേഷൻസ് എടുക്കുമ്പോൾ GBS കോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതും വളരെ റെയർ, 1 in 1 lakh പോപ്പുലേഷൻ. ചില വാക്സിൻസ്, പിന്നെ എന്തെങ്കിലും സർജറി ഓർ സ്ട്രെസ് ഇൻസിഡൻസ് കഴിഞ്ഞിട്ടും ഗിലൻ ബാർ സിൻഡ്രോം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടർ കൃപ പറഞ്ഞതുപോലെ ഇതൊരു ഇൻഫെക്ഷന്റെ അനന്തര ഫലമാണ്. ഇത്തരത്തിലുള്ള ചില അണുബാധകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഒരു പടുത്തുയർത്തുന്ന ഒരു പ്രതിരോധത്തിന്റെ മതിൽ കുറച്ച് അധികം ശക്തമായി പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഈ ലക്ഷണങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കുന്നുണ്ട്, ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഈ പൂനെയിലും കേരളത്തിലും ഒക്കെ ഒരുമിച്ച് ഇൻഫെക്ഷൻസ് എന്തുകൊണ്ട് വന്നു, അല്ലെ ഈ 2 സ്റ്റേറ്റ്സിൽ മാത്രം എന്തുകൊണ്ട് വന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ പൂനെയില് ICMR പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരുപക്ഷെ അവിടെ ഏതെങ്കിലും ജലസ്രോതസ് മലിനമാവുകയോ അല്ലെങ്കിൽ ജലത്തിലൂടെ ഈ കമ്പൈലോബാക്ടർ ജെജുനെ എന്ന് പറയുന്ന ബാക്ടീരിയ ഒരുപാട് ആളുകളിൽ, ഒരു സമൂഹത്തിൽ ആകമാനം പടർന്നുയർന്നപ്പോൾ ഉണ്ടായ 35-40 കേസസ് ആണ്. അതായത് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്ക് എല്ലാവർക്കും ഗിയാംബാർ GBS ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഒരുപാട് പേർക്ക് ഈ ഇൻഫെക്ഷൻ ചിലർക്ക് അറിഞ്ഞും അറിയാതെയും ഒക്കെ ഉണ്ടായതിന്റെ ഒരു പ്രത്യാഘാതമായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ സിംറ്റംസ് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ബലക്കുറവോ അല്ലെങ്കിൽ പെരുപ്പ് തോന്നും. സാധാരണ കാലുകളിൽ തുടങ്ങിയിട്ട് പിന്നെ മുകളിലോട്ട് അത് പ്രോഗ്രസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പിന്നെ ആദ്യം ഒരു വീക്ക്നെസ് മാത്രം തോന്നിയിട്ട് പിന്നെ നമുക്ക് മസിൽ പാരാലിസിസ് പോലെ ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങും. ഏറ്റവും സിവിയർ കേസിലാണ് നമ്മുടെ ബ്രീതിങ് എല്ലാം എഫക്റ്റ് ആയിട്ട് നമുക്ക് ബ്രീത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോ രോഗലക്ഷണങ്ങൾ കേട്ടപ്പോ നമുക്ക് മനസ്സിലായി, ഇപ്പൊ ഒരു ചെറിയ തരിപ്പോ പെരിപ്പോ അല്ലെ കാലില് അസ്വസ്ഥതയോ തോന്നിയാൽ 1-2 ദിവസം അല്ലെങ്കിൽ അത്രയും പോലും നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. അത് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ, ഒരു ബലക്ഷയം പോലെ തോന്നുന്നുണ്ടെങ്കിൽ, നടക്കാൻ ഒരു ഇംബാലൻസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം ഇത് പടിപടിയായിട്ട് മുകളിലേക്ക് കയറിയിട്ട് നമ്മുടെ ശ്വസനത്തിനെ സഹായിക്കുന്ന പേശികളെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പൊ ഈ ശ്വസനം ശരിയാകാതെ വരുമ്പോൾ നമുക്ക് ശ്വസന സഹായത്തിന് ചിലപ്പോൾ വെന്റിലേറ്ററിലെ രോഗിയെ ആക്കേണ്ടി വരും. അപ്പൊ ഇതിലെ മരണകാരണം എന്ന് പറയുന്നത് മിക്കവാറും ശ്വസനത്തിന്റെ പോരായ്മയാണ്, അല്ലെ നമ്മൾ സമയത്ത് വെന്റിലേറ്റ് ചെയ്യാതെ വരുന്നതാണ്, അല്ലെങ്കിൽ ഇതിന്റെ മരുന്നുകളുടെ ഉപലബ്ധത ഇല്ലാതെ വരുന്നതാണ്, അല്ലെങ്കിൽ ഈ രോഗനിർണയത്തിലേക്ക് നമ്മൾ വേഗം എത്തിച്ചേരാത്തതാണ്.
അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സഹായം കൊടുക്കാവുന്ന, ചികിത്സ കൊടുക്കാവുന്ന രോഗം തന്നെയാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ക്ലിനിക്കലി ഒബ്സർവ് ചെയ്യാന്ന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതുപോലെ വീക്ക്നെസ് അല്ലെങ്കിൽ ഈ പെരുപ്പ് മേളിലോട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ് ഈ ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. ഇതല്ലാതെ നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ്, അതായത് എത്രത്തോളം നമ്മുടെ നെർവ്സിൽ കൂടെ ഈ ഇമ്പൾസ് പോകുന്നു എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റഡീസ്, അല്ലെങ്കിൽ ഒരു ലംബാർ പങ്ക്ചർ ചെയ്തും നമുക്ക് ഈ ഡയഗ്നോസിസിനെ കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഫുള്ളി ഒരു ക്യൂർ ആയിട്ടില്ല, ജസ്റ്റ് ഒരു റിക്കവർ ചെയ്യാൻ സഹായിക്കാനുള്ള മെഷേഴ്സേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ആൻറ്റിബോഡീസ് ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ആൻറ്റിബോഡീസ് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഈ ഒരു ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതല്ലാതെ പ്ലാസ്മ ഫെറസിസ് എന്ന് ഒരു പ്രൊസീജിയറും ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ഹാർംഫുൾ ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് മെയിൻലി ഇതിന് യൂസ് ചെയ്യുന്നുള്ള ട്രീറ്റ്മെൻറ്റ്. നമ്മൾ എത്ര വേഗം ഈ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു റിക്കവറി കാണാൻ പറ്റും. അപ്പോൾ ചിലവർ ഫുള്ളി റിക്കവർ ചെയ്യും, ചിലർക്ക് സ്റ്റിൽ ഈ ഇൻഫെക്ഷൻ, ഈ ഒരു ഡിസീസ് ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടും ആ ഒരു വീക്ക്നെസ്സോ ഒരു ചെറിയൊരു പെരുപ്പോ ഒക്കെ പെർസിസ്റ്റ് ചെയ്യും. ഈ ശാസ്ത്രീയ വിവരങ്ങളിലൂടെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഭയപ്പാട് മാറിക്കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പടർന്നു പിടിക്കുന്ന ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ എല്ലാവർക്കും വരണമെന്നില്ല, വളരെ ചെറിയൊരു സംഖ്യ. അതുപോലെ ഇപ്പോൾ വന്നുകൊണ്ട് മുമ്പ് ഇല്ലായിരുന്ന ഒരു രോഗമല്ല ഇത്. മുമ്പ് തന്നെ അണുബാധകൾ വരുമ്പോൾ, വൈറസ് അണുബാധകൾ അല്ലെ ബാക്ടീരിയൽ അണുബാധകൾ വരുമ്പോൾ വലിയ സെന്റേഴ്സിൽ സ്ഥിരമായി കാണുന്ന ഒരു രോഗമാണ്. സ്ഥിരമായി എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് അല്ല, വല്ലപ്പോഴും ഒരു കേസായിട്ട് കാണുന്ന കാര്യമാണ്. അത് പുതിയ ഒരു രോഗമല്ല. രണ്ടാമത്തെ കാര്യം, ഇതിനെ നമ്മൾ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ ഇതിന് ചികിത്സയുണ്ട്. ഇത് ശ്വസനത്തിന്റെ പേശികളിലേക്ക് എത്തുന്നതിന് മുമ്പ് ചികിത്സിച്ചാൽ ഗുരുതരാവസ്ഥ ഒഴിവാക്കാം, മരണങ്ങൾ തീർച്ചയായും ഒഴിവാക്കാം. അപ്പൊ ഇതിന് ഭയപ്പാട് ആവശ്യമില്ല. പനിയോ രോഗങ്ങളോ വരുമ്പോൾ കൃത്യമായ ഒരു വൈദ്യസഹായം തേടുക. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ന്യൂറോളജിക്കൽ സംഭവങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, പെരിപ്പ്, തരിപ്പ്, ബലക്ഷയം, ഇതൊക്കെ പനിയോടനുബന്ധിച്ച് അനുഭവപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചോണ്ടിരിക്കരുത്, അതിനൊരു വൈദ്യസഹായം തേടുക. അപ്പം ഈ GBS എന്ന് പറയുന്നത് കോവിഡ് പോലെ പടർന്നു പിടിക്കുന്ന ഒരു അണുബാധയോ അല്ലെങ്കിൽ വീണ്ടും മനുഷ്യരാശിയെ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്ന ഒരു അണുബാധയോ ഒന്നുമല്ല. ചില അണുബാധകൾ ഒരുപാട് സമൂഹത്തിൽ ഒരുമിച്ച് വന്നതിന്റെ ഒരു അനന്തരഫലമായിട്ട് വരുന്ന ഒരു, ശരിക്കു പറഞ്ഞ ഒരു രോഗപ്രതിരോധ ശക്തിയുടെ കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ തീവ്രമായതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും ചികിത്സിക്കാവുന്നതാണ്. താങ്ക് യു.